നമ്മുടെ ഇവിടുത്തെ തെങ്ങിൻ്റെ തേങ്ങ എല്ലാം പറിച്ചിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ ഈ തെങ്ങ് തോട്ടത്തിൽ കൂടെ നടന്നപ്പോൾ അവർ കുറേ ഓലയൊക്കെ പറിച്ചിട്ടിട്ടുണ്ട് താഴെ. ഇതുണ്ടോ, ഓലയൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്. ചൂല്, ഇത് ചൂല് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത് അപ്പടി പോയേക്കുമതാ, ഇത് കൊള്ളില്ല. അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരു ഓലയുടെ തുഞ്ചം വീണിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് വേണ്ടാണ്, പിന്നെ വിചാരിച്ചാൽ അത് എടുത്താൽ അങ്ങോട്ടൊരു സൂത്രമാക്കാനേ, അത് എടുത്തോണ്ട് വരട്ടെ. ഇത് കൊള്ളത്തില്ല, കപ്പടി പോയതാ. ഒരു പൂച്ച തൊടി. എന്തിനാ അവിടെ ഇരിക്കുന്നേ? അടയ്ക്കാം എന്നാടേ അടിയുന്നാട്ടാ. ഈ ഓല കൊള്ളില്ല, തഴുക്ക. കാന്താരി ഇതുണ്ട്, അന്ന് കാണിച്ച ഒരു കാന്താരി. അതിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ തലേന്നത്തെ കഞ്ഞിവെള്ളം, നല്ല തണുത്ത കഞ്ഞിവെള്ളം എന്നും ഒഴിക്കും. അതുകൊണ്ട് ഇത് ഇത്രയും ആയതാണ്. ഇതാണ് ആ തുഞ്ചം. ഈ തുഞ്ചം കൊണ്ട് ഒരു പണിയുണ്ട്. ഇതുകൊണ്ട് അവിടെ കുഞ്ചുസും ഉണ്ണിമോളും ഭയങ്കര കാർച്ചയാണ്. എന്താണെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ചേച്ചി അനിയനും കൂടെ വഴക്ക് കൂടി ഇതാ വന്നിട്ടുണ്ട്. എന്താ മോനെ കറിഞ്ഞേ? എന്തിനാണ്ടെണ്ണ നോക്കട്ടെ, വാ. ഇതെന്തിനാണ് ഇവള് കാറുന്നേ? ആ, ഈ സ്മൈലിന് വേണ്ടിയിട്ടാണ് ഈ കാറുന്നത്. ഇത് ഇവിടെ ബോക്സിൽ ഒട്ടിക്കണം. ഉണ്ണിമോക്കാരും അവിടെ കൂട്ടുകാർ കൊടുത്തു കണ്ട. അത് നീ എന്തിനാ ഇപ്പോൾ ഇവിടെ കാണിച്ചേ? അത് ഉണ്ണിമോള് ഇതാ ഇവക്ക് വേണമെന്ന് പറഞ്ഞ് കാണിച്ചു. എന്നിട്ട് അവിടെ ബോക്സിൽ ഒട്ടിച്ചു കൊടുത്തു. അതൊന്നും അവൾക്ക് പോരാ. എന്നിട്ട് വെറുതെ കാറുവാണ്. ഇനി ഒന്നുമില്ല, അത്ര മതി. ഇനിയില്ല, അത്രയുള്ള മൊത്തം നിനക്ക് ഒട്ടിച്ചു അവിടെ. അതാ വാ, നമുക്ക് അവിടെ ഓല കൊണ്ട് ഒരു സൂത്രമാക്കാം. വാ വാ, എല്ലാവരും മുറ്റത്തേക്ക് വാ. അപ്പം ഈ ഓല ഞാൻ മെടയാൻ പോവാം. മെടഞ്ഞിട്ടൊരു സൂത്രമാക്കാം. അപ്പം പണ്ട് എങ്ങാണ്ടോ മെടഞ്ഞതാ ചെറുപ്പത്തിൽ, 10ലൊക്കെ പഠിച്ചപ്പം. അപ്പോൾ ഒന്ന് മെടഞ്ഞ് നോക്കട്ടെ, ഇത് മെടയാൻ കിട്ടുമെന്ന് ആദ്യം. ഇത് ഇനി മൊത്തം മെടഞ്ഞിട്ട് കാണിക്കാം. ഇനി ഞാൻ മെടയട്ടെ. ഇത്ര ഞാൻ മെടഞ്ഞു, ബാക്കിയും കൂടെ മെടയട്ടെ. അതാ ഞാൻ ഇപ്പോൾ ഓല മെടഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ മെടഞ്ഞു. അപ്പോൾ മെടഞ്ഞിട്ട് ബാക്കി ഇത്രണ്ട്. അത് ഞാൻ കൊത്തിക്കളയാം. ഇത്ര വേണ്ട, കൊത്തിക്കളയാം. ഇനി പറയട്ടെ ഇത് എന്തിനാന്ന്. അപ്പം നമ്മുടെ വർക്കേരിക്ക് വാതിലില്ല. പൂച്ചയും പട്ടി എല്ലാം കയറുവാണ്, രാത്രിയായാലും പകലായാലും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത് അവിടെ വാതിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇതിങ്ങനെ മെടഞ്ഞെടുത്തത്. കാട്ടിത്തര വെക്കുന്നത്. ഇവിടെയാണ് വാതിലില്ലാത്തത്. അപ്പോൾ ഇവിടെ ഇത് വെക്കാം. ഇവിടെ കയറുക പറ്റത്. ഇവിടെ ഇങ്ങനെ വെക്കാനായിരുന്നു. ഇതാ ഇപ്പോൾ പട്ടിയും കയറില്ല, പൂച്ചയും കയറില്ല, ഒന്നും കയറില്ല. അപ്പോൾ ഇവിടെ വാതിലിങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കേരിയയ്ക്ക് വാതിലായി, പട്ടിയും പൂച്ചയും കയറാതെ. ഓ ഓക്കെ, അടിപൊളി അടിപൊളി വാതിലാണ്. കുഞ്ചൂസൊക്കെ ഇത് കളയോന്ന് പോലും അറിയത്തില്ല. പട്ടിയും പൂച്ച വേണ്ടി ഇങ്ങോട്ടൊരു തട്ട് കൊടുത്താൽ ഞാൻ അടുത്തൊരു കമ്പൊക്കെ വെച്ച് ചിത്രപ്പണികൾ കുറേ ഉണ്ട് ഇപ്പം. അപ്പോൾ ബൈ ബൈ, എൻ്റെ പുതിയ വാതിലുമായി ബൈ ബൈ.